മതപരിവർത്തനം എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ മത സ്വീകരണം അല്ലെങ്കിൽ പരമത സ്വീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് പറയുന്നതിനെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളും എതിർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. കുമാരനാശാൻ എതിർത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന് അതുമായി യാതൊരു പ്രതിപത്തിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴത്തേക്ക് അത് ഡോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു ദാർശനിക പശ്ചാത്തലമായി അതൊക്കെ ഉദ്ധരിക്കാറുണ്ടെങ്കിൽ പോലും അത് ശരിയാണ്. മറ്റു മതങ്ങളിലും മുക്തിമാർഗം ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നപ്പോൾ എന്തിനാണ് മതം മാറുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് അനുകൂലമായിരുന്നില്ല. ആ അർത്ഥത്തിൽ അയ്യങ്കാളി ഇതിന് അനുകൂലമായിരുന്നില്ല. സദാനന്ദ സ്വാമികൾ ഇതിന് അനുകൂലമായിരുന്നില്ല. വൈകുണ്ഠ സ്വാമികൾ അനുകൂലമായിരുന്നില്ല. ഇത് മതപരിവർത്തനമോ അല്ലെങ്കിൽ പരമത സ്വീകരണമോ അല്ല ഉത്തരം എന്നുള്ളതും പരിവർത്തനം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ്. അത് മതാതീതമായ ഒരു പരിവർത്തനമാണ് എന്ന ഒരു ധാരണ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കുണ്ടായിരുന്നു. മതപരിവർത്തനത്തെ എതിർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ക്രിസ്തുമത ഖണ്ഡനം എന്ന് പറയുന്ന ഒരു കൃതി എഴുതുകയും ആര്യ സമാജിന്റെ ദയാനന്ദ സരസ്വതിയൊക്കെ ചെയ്തതുപോലെ പ്രവർത്തകരെ പരിശീലിപ്പിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരെ റോഡിൽ നേരിടാൻ വേണ്ടി, അവരെ ആശയപരമായി നേരിടാൻ വേണ്ടി അവരെ പഠിപ്പിച്ച് അയക്കുന്നുണ്ട് ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമത ഖണ്ഡനം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുക മാത്രമല്ല, അത് ആര്യസമാജിന്റെ ഒരു പദ്ധതി കൂടെയായിരുന്നു. ബ്രഹ്മസമാജിന്റെയും ഒരു പദ്ധതിയായിരുന്നു ക്രിസ്തുമത പരിവർത്തനത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്. ക്രിസ്തുമത പരിവർത്തനത്തിന് നമ്മളിപ്പോൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് വളരെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴെങ്കിലും ക്രിസ്തുമത പരിവർത്തനത്തിന് അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹം ക്രിസ്തുമത പരിവർത്തനത്തിന് എതിരായിരുന്നു മാത്രമല്ല, ജീസസ് എന്ന് പറഞ്ഞിരുന്ന ഒരു പുസ്തകം എഴുതുകയും സകല മിഷണറിമാരും കൂടി അദ്ദേഹത്തിന്റെ നേരെ ചാടി വീഴുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ നമ്മൾ ഫേസ്ബുക്കിൽ എയറിൽ പോവുക എന്ന് പറയുന്ന പോലെ ഞാൻ എയറിൽ പോയിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ രാജാറാം മോഹൻ റോയ് എഴുതുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പുസ്തകം, ജീസസിനെ കുറിച്ചുള്ള, ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ഈ പുസ്തകം എഴുതിയതിനു ശേഷം, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചില നിലപാടുകളുള്ള ഈ പുസ്തകം എഴുതിയതിനു ശേഷം ഒരു ദിവസം പോലും എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ മിഷണറിമാർക്ക് മറുപടി പറഞ്ഞാണ് എൻ്റെ കഴിഞ്ഞ 3 മാസവും വർഷവും പോയത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ അനുബന്ധം കൂടി എഴുതി ഞാനിത് നിർത്തുകയാണ് എന്ന് രാജാറാം മോഹൻ റോയ് പറയുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിലുടനീളം തന്നെ മതപരിവർത്തനത്തിനെതിരായിട്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നിലകൊള്ളുന്ന ഒരു ചരിത്ര സാഹചര്യം കേരളത്തിലുമുണ്ട്. ചട്ടമ്പി സ്വാമികൾ ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരു കുറച്ചൊക്കെ പ്രത്യക്ഷമായും കൂടുതലും പരോക്ഷമായും ആ ഒരു നിലപാടെടുക്കുന്നുണ്ട്. മറ്റൊരു നിലപാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം മിതവാദി കൃഷ്ണന്റെ പോലെയുള്ള ശ്രീ കുഞ്ഞിരാമനെ പോലെയുള്ളവർ ബുദ്ധമതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, സിഖ് മതത്തിലേക്ക് ഉള്ള പരിവർത്തനങ്ങളുടേതായ ഒരു വ്യവഹാരം തീർച്ചയായിട്ടും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്ന പ്രമുഖരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പലരും ഇതിൻ്റെ ഒരു ട്രാപ്പിലേക്ക്, ഇതല്ല നമ്മുടെ ഒരു വ്യവഹാരത്തിന്റെ കേന്ദ്രം എന്ന രീതിയിൽ എന്ന ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ നവോത്ഥാനം എന്ന് പറയുന്നതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ കൈവഴികൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിനെ ഒരു രേഖീയമായ ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ വൈജാത്യങ്ങൾ, ഇതിനുള്ളിലെ ഈ വൈജാത്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ അത് തടയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ്. കാരണം ഇത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഈ നവോത്ഥാനത്തിന്റെ ഒരു വൈജാത്യങ്ങൾ മനസ്സിലാക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ത് സാമൂഹ്യ പരിവർത്തനമാണ് ഉണ്ടാകുന്നത് എന്ന് ശ്രീനാരായണ ഗുരുവും വൈകുണ്ഠ സ്വാമികളും കുമാരനാശാനും മറ്റു പലരും ചോദിക്കുന്ന ആ ചോദ്യം പ്രസക്തമാകുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ഈ പാലക്കുന്നേൽ വലിയച്ഛൻ്റെ നാളാഗമം എന്ന് പറയുന്ന കൃതിയുണ്ട്. നാളാഗമം എന്ന് പറയുന്ന ഒരു തരം ഡയറിയാണ്. അതിൽ പരിവർത്തനവുമായി ബന്ധപ്പെട്ടും മതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ നാളാഗമം എന്ന് പറയുന്നത്. അത് ഈ നാളാഗമത്തിൽ പാലക്കുന്നേൽ വലിയച്ഛൻ എഴുതിയിരിക്കുന്ന ഒരു ഡയറിയിലെ ഒരു ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗം ആദ്യം വായിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്തുകൊണ്ട് അതിനോട് പൂർണ്ണമായ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല? ഗുരുവാണെങ്കിലും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളാണെങ്കിലും കുമാരനാശാനാണെങ്കിലും അയ്യങ്കാളി ആണെങ്കിലും സദാനന്ദ സ്വാമികളാണെങ്കിലും ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു സംഭാഷണ ശകലമാണിത്. ഈ സംഭാഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ 1853 തിരുവിതാംകൂറിൽ അടിമത്വം അവസാനിപ്പിക്കുന്നുണ്ട്. അടിമത്വം അവസാനിപ്പിച്ച് വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷം അതിന് 5 വർഷങ്ങൾക്ക് ശേഷം 1858, അതായത് ശ്രീനാരായണ ഗുരു ജനിച്ച് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ 1958 അദ്ദേഹം എഴുതിയതാണിത്.
അവരെ വെച്ചാൽ ഈ പരിവർത്തനം ചെയ്യാനായി, മതപരിവർത്തനം ചെയ്യാനായി വന്നിരിക്കുന്ന പുലയരായിട്ടുള്ള ആൾക്കാരെ അച്ഛൻ വിളിക്കുകയാണ്. അച്ഛൻ മുറിയുടെ വാതുക്കൽ വരുത്തി, അതായത് മുറിയുടെ വാതിൽക്കലാണ് വരുന്നത്, മുറിയുടെ അകത്തേക്കല്ല. അവിടെ നിന്ന് തുടങ്ങുകയാണ് ഇതിനകത്തെ സംഘർഷഭരിതമായ ചില മുഹൂർത്തങ്ങൾ. അദ്ദേഹം വാതിൽക്കൽ വരുത്തി അവരോട് വേദകാര്യം പറഞ്ഞ് താല്പര്യപ്പെടുത്തിയാറെ അവരുടെ അഭിപ്രായങ്ങളെ ചോദിച്ചറിഞ്ഞു. അതിൻ്റെ ശേഷം അവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മതപരിവർത്തനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ താല്പര്യമുണ്ട് എന്നിങ്ങനെ വാതിൽക്കൽ നിന്ന് വളരെ വിനയത്തോടുകൂടി താല്പര്യമുണ്ട് എന്ന് പറയുന്നു. ഇതിന് പല അർത്ഥങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വരികളൊന്നും നമുക്ക് വായിച്ച് കേൾക്കാം. അതിനുശേഷം അവരോട് ചോദ്യം, നിങ്ങൾ മാമോദീസ മുങ്ങിയാൽ നിങ്ങളുടെ അച്ഛന്മാരെ, അതായത് തമ്പുരാക്കന്മാരെ ഉപേക്ഷിച്ച് വെല്ലദിക്കിന് പൊയ്ക്കളയാം എന്ന് നിരൂപിച്ച് മാമോദീസ മുങ്ങുന്നതാണോ? അത് ചോദ്യമാണ്. ഇവര് ഈ ബോണ്ടഡ് ലേബറേഴ്സ് ആണ്. ഈ ബോണ്ടഡ് ലേബർ ഈ ജന്മി അടിമത്വത്തിൽ നിന്ന്, കാർഷിക അടിമത്വത്തിൽ നിന്ന് മോചിതരാകാം എന്ന ഒരു ധാരണയിലാണോ നിങ്ങൾ മാമോദീസ മുങ്ങാൻ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ മറുപടി പറയുകയാണ്, അല്ല, എവിടെയായാലും ഞങ്ങൾ വേലയെടുത്തേ കഴിയത്തുള്ളൂ. ആയതിനാൽ ഞങ്ങളുടെ അച്ഛന്മാർക്ക് തന്നെ വേലയെടുക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമാകുന്നു. അതായത് ഇപ്പോഴുള്ള തമ്പുരാക്കന്മാരെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോകില്ല, മതപരിവർത്തനം നടത്തിയാലും ഞങ്ങൾ ഇവിടെ തന്നെ കാർഷിക അടിമകളായിട്ട് കഴിഞ്ഞുകൊള്ളാം. രണ്ടാമത് അദ്ദേഹം കൽപ്പിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ചോദിക്കുന്നു എന്നുള്ളതിന് കൽപ്പിക്കുന്നു എന്നാണ് പറയുക. കൽപ്പിക്കുന്നു, നിങ്ങൾ മാമോദീസ മുങ്ങി എന്ന് വെച്ച് നെഗളിച്ച് കാവ്യർ എന്നുള്ളത് ഹിന്ദുക്കളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. കാവ്യങ്ങളെല്ലാം എഴുതുന്നത് ഹിന്ദുക്കളാണല്ലോ ഒന്ന്. കാവ്യർക്കും മറ്റും ഈ നാട്ടിലെ മര്യാദ പോലെ വഴി കൊടുത്തു കൊള്ളുന്നതല്ലാതെ അതിന് വിരോധം ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് വഴി നടക്കാൻ അവകാശമുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ മറുപടി, ഞങ്ങൾ വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെ ഒരു മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ മുമ്പത്തേതിൽ കുറെ കൂടി മാറിക്കൊടുക്കാമെന്നാണ്. ഞങ്ങൾ മുമ്പത്തേതിൽ കുറെ കൂടി മാറിക്കൊടുക്കാം, എന്നാലും ഞങ്ങൾക്ക് ഉടയ തമ്പുരാനെ അറിഞ്ഞു നടന്നാൽ മതി. വീണ്ടും കൽപ്പിക്കുന്നു, അതായത് ചോദിക്കുന്നു, നിങ്ങൾ മാമോദിസ മുങ്ങുന്നതിനാൽ ഈ അന്തസ്സുകൾ വിട്ട് മാപ്പിളമാരുടെ, അതായത് ക്രിസ്ത്യാനികളുടെ, നേരത്തെ തന്നെയുള്ള നമ്മുടെ തോമസ് ലീഹ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ക്രിസ്ത്യാനികളുടെ അന്തസ്സിൽ നടക്കാമെന്നും മറ്റ് വിചാരിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഫലവുമില്ല. ഏത് അന്തസ്സിലും സർവേശ്വരൻ തമ്പുരാന്റെ മക്കളായിട്ട് നടന്ന് വേദം അനുസരിക്കാം. വേദത്തിന് അവനവന്റെ അന്തസ്സ് മാറ്റുന്നതിന് ആവശ്യമില്ല. അതായത് ഇനി ഇതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾക്ക് ആചാരപ്രകാരമുള്ള വഴി കൊടുക്കണം, അവരുടെ കൂലി അടിമകളായി തുടരണം. രണ്ടാമത് ക്രിസ്ത്യാനികൾക്ക് നിലവിലുള്ള നമ്മുടെ റോമൻ കത്തോലിക്കർക്കുള്ള അതേ അവകാശങ്ങളും അന്തസ്സും, ആ വാക്ക് ഉപയോഗിക്കണം, അന്തസ്സാണ്, അന്തസ്സ് പാടില്ല എന്നാണ്, ആ അന്തസ്സിൽ നടക്കണം എന്ന് നിങ്ങൾ നെഗളിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ മറുപടി ഇതാണ്, ഞങ്ങൾ പുലയർ തന്നെ ആയിരുന്നു കൊള്ളാം, ഞങ്ങൾക്ക് വേദം മാത്രം മതി. അപ്പോ ഇദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇനിയും നിങ്ങളുടെ അച്ഛന്മാർക്കും മറ്റും വേലവീഴ്ചകൾ വരുത്തിയാൽ നാം കൂടെയും ശിക്ഷിക്കും. ഇതിനു മുൻപിൽ നിങ്ങളുടെ അച്ഛന്മാർ മാത്രമേ ശിക്ഷിക്കത്തുള്ളൂ, ഇപ്പോൾ 2 ശിക്ഷ നിങ്ങൾക്ക് എന്നാണ്. ഇത് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഹിന്ദുക്കളിലാണ് ഇത്രയും കാലം നിങ്ങളുടെ അച്ഛന്മാരായിരുന്നവരാണ് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അതായത് തെറ്റെന്ന് പറയുന്നത് എന്താണ് ഇവിടെ തെറ്റ്? ആചാരക്രമങ്ങൾ, തിരുവിതാംകൂറിൽ നിലനിൽക്കുന്ന ആചാരക്രമങ്ങൾ, കേരളത്തിൽ നിലനിൽക്കുന്ന ജാത്യാചാരക്രമങ്ങളെ അതിലംഘിക്കുകയില്ല ഈ മതപരിവർത്തനത്തിന്റെ പേരിൽ എന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് അവർക്ക് പരിവർത്തനം കൊടുക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെ അന്തസ്സിലോ ക്രിസ്ത്യാനികളുടെ അന്തസ്സിലോ ജീവിക്കാൻ ക്രിസ്ത്യാനിയായുള്ള മതം മാറ്റം ഉപയോഗിക്കില്ല എന്ന്, അതായത് മുഖ്യധാരയുള്ള ആരുടെയും അന്തസ്സിൽ ജീവിക്കാനായിട്ട് ഈ മതം മാറ്റം ഉപയോഗിക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭാഷണം നടന്നതായിരിക്കുമോ അല്ലയോ എന്നുള്ളതല്ല പ്രസക്തി. കാരണം ഡയറിയിൽ എന്ത് എഴുതി വയ്ക്കുക, സത്യസന്ധമായി എഴുതി വെച്ചതാകാം, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായി എഴുതി വെച്ചത്. സാങ്കല്പികമാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അതിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങൾ വളരെ വലുതാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു മതപരിവർത്തനത്തിൻ്റെ സാങ്ഷൻ എന്ന് പറയുന്നത്, ഇതിനുള്ള അനുമതി എന്ന് പറയുന്നത് ഈ റോമൻ കത്തോലിക്കരായിട്ടുള്ള ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ജാത്യാധികാരം കൈയാളുന്ന ഹിന്ദുക്കളും നൽകേണ്ട ഒന്നാണ്. അപ്പോൾ അവരോട് പൊരുതുവാൻ വേണ്ടിയല്ല, അവർക്കെതിരെ ആളെ കൂട്ടാനല്ല ഇത് നടത്തുന്നത് എന്ന്
അവരോട് കൂടി പറയുന്ന ഒന്നായിട്ടാണ് ഇതിൻ്റെ ഒരു അടയാളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേവലമായൊരു സംഭാഷണം എന്നുള്ള രീതിയിലല്ല. ഇങ്ങനെ ഒരു സംഭാഷണം കൃത്യമായി നടന്നോ എന്നൊന്നും അറിയാനുള്ള സാധ്യത നമുക്കില്ല. സത്യസന്ധമായാണ് എഴുതിയതെങ്കിലും സത്യസന്ധമായി അല്ലാതെ അദ്ദേഹം ചിത്രീകരിച്ച ഒരു ഡ്രമാറ്റിക് ആയിട്ട് അദ്ദേഹം ഇതിനെ ചിത്രീകരിച്ചതാണെങ്കിലും രണ്ടാണെങ്കിലും ഇതിൻ്റെ പ്രസക്തി ഒന്ന് തന്നെയാണ്. കേരള ചരിത്രത്തിൽ ഇതിൻ്റെ പ്രസക്തി ഒന്ന് തന്നെയാണ്. അത് ഈ പ്രസക്തി, അതായത് സാമൂഹ്യ ചരിത്രപരമായി പരമത സ്വീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മത പരിവർത്തനം എന്ന് പറയുന്നതിനെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ ഒരു പ്രിവ്യൂവിൽ കൊണ്ടുവരാതിരുന്നതിനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ ഒരു ദാർശനിക പ്രശ്നം മാത്രമായിട്ടല്ല. മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതത്തിനുപരിയായിട്ടുള്ള ഒന്നായിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മതത്തിന് നിർവചിക്കാൻ സാധിക്കുന്നതല്ല, മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, പരിവട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം നിർവചിക്കേണ്ട ഒന്നല്ല മനുഷ്യാന്തസ് എന്നുള്ള ഒരു ധാരണ. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ പിൽക്കാല പല പ്രവർത്തനങ്ങളിലേക്കും ഇത് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം സ്വീകരിക്കുന്ന ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ധാര, ഒരു രാഷ്ട്രീയ ധാര, ജാതി വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാര, അതിനോടൊപ്പം തന്നെ ഈ കൊളോണിയൽ കാലഘട്ടത്തിലെ ഈ സങ്കീർണതകളും കൂടി അദ്ദേഹം സ്വാംശീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രചനകളിലും പ്രവർത്തികളിലും അത് കടന്നു വരുന്നുണ്ട്.